അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു കഥയും വെച്ചാണ്. കഥയെന്ന് വെച്ചാൽ ഡോറേൻ്റെ പൂച്ചേൻ്റെ കഥയല്ല കേട്ടോ, ഒരു പ്രവാചക കഥ. കഥയുടെ പേര് മുത്തുനബിയുടെ പെരുന്നാൾ സമ്മാനം. ഒരു പെരുന്നാൾ ദിവസം മുത്തുനബി പള്ളിയിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ കുറേ കുട്ടികൾ പുത്തനെടുപ്പിട്ട് പള്ളിയിലേക്ക് പോകുന്നത് കണ്ടു. തൊട്ടടുത്ത് ഒരു കൊച്ചുകുട്ടി തേനി കരയുന്നത് കണ്ടു. കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയോട് ചോദിച്ചു, മോനെ മോനെ നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ കുട്ടി പറഞ്ഞു, നബിയെ നബിയെ, എനിക്ക് ഉപ്പയില്ല, എനിക്ക് പുത്തനെടുപ്പില്ല, എനിക്ക് പുത്തനെടുപ്പ് വാങ്ങിത്തരാൻ ആരുമില്ല. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി പ്രിയ പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചു, നിനക്കിതാ ഒരു പെരുന്നാൾ സമ്മാനം. ഈ കുട്ടിയെ കുളിപ്പിച്ച് പുത്തനുടുപ്പിട്ട് അത്രം പൂശി എൻ്റെ കൂടെ പള്ളിയിലേക്ക് അയക്കൂ. ആയിഷ ബീവി റളിയല്ലാഹു അതുപോലെ ചെയ്തു. ആ കുട്ടിയെ കുളിപ്പിച്ച് പുത്തനുടുപ്പിട്ട് അത്രം പൂശി പള്ളിയിലേക്ക് അയച്ചു. പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലയോ നബിയെ, കുട്ടികളെല്ലാവരും പള്ളിയിലേക്ക് പോകുന്നത് അവരുടെ ഉപ്പമാരി കൂടിയല്ലേ? അവരാരെങ്കിലും എൻ്റെ ഉപ്പയെവിടെന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയും? അപ്പോൾ നബി പറഞ്ഞു, ഞാൻ ബിമ്മർമലുണ്ടാവും, ആ ബിമ്മർമലുള്ളതാണ് എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞുക്കോ. അത് കേട്ട് സന്തോഷത്തോടെ കുട്ടി തുള്ളിച്ചാടി. കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയില്ലാത്ത കുട്ടിയോട് കാണിച്ച കാരുണ്യം നമ്മുടെ ജീവിതത്തിലും പ്രകടിപ്പിക്കണം. അനാഥ കുട്ടിയുടെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ ലാളിക്കരുതെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് മാതൃകയാക്കാം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.